ഹായ് വ്യൂവേഴ്സ്, ഒരു നാലമ്പല യാത്ര പോയാലോ? രാമായണ പാരായണ മാസമായ കർക്കിടക മാസത്തിൽ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനും മനസ്സിനും ശരീരത്തിനും പുതു ഉണർവ് നൽകാനുമായി നടത്തുന്ന യാത്രയാണ് നാലമ്പല യാത്ര. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ യാത്രയിൽ 4 അമ്പലങ്ങളിലെ ദർശനമാണ് ഏറ്റവും പ്രധാനം. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിലേക്കാണ് നാലമ്പല യാത്ര നടത്താറുള്ളത്. കേരളത്തിൽ 4 ഇടങ്ങളിലായി വ്യത്യസ്തമായ നാലമ്പല യാത്രകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും കൂടുതൽ ആളുകൾ ദർശനം നടത്തുന്നതുമായ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തൃശൂർ, എറണാകുളം ജില്ലകളിലൂടെയുള്ള നാലമ്പല യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ബസ്സിലേക്ക് ഒന്ന് കയറാം. ഞാനും അച്ഛനും എത്തുമ്പോഴേക്കും ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കൊയിലാണ്ടി പെരുവട്ടൂരിൽ നിന്നും എൻ്റെ ചേച്ചിയൊക്കെ വർഷങ്ങളായി പോവാറുള്ള അശോകേട്ടൻ്റെ നേതൃത്വത്തിലുള്ള നാലമ്പല യാത്രാ സംഘത്തിൻ്റെ കൂടെയാണ് യാത്ര പോകുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ദ്വാരകയെ കടൽ വിഴുങ്ങുകയും ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ 4 വിഗ്രഹങ്ങളിലും കടലിൽ ഒലിച്ചുപോയി എന്നാണ് വിശ്വാസം. ഈ വിഗ്രഹങ്ങൾ ചില മത്സ്യത്തൊഴിലാളികൾക്ക് തൃപ്പയാറിന് സമീപം ലഭിക്കുകയും അന്നത്തെ നാടുവാഴി വക്കൈ കൈമളിന് നൽകുകയും ചെയ്തു. വക്കൈ കൈമളിൻ്റെ സ്വപ്നത്തിൽ ഏതോ നിഗൂഢ വ്യക്തി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ 4 വിഗ്രഹങ്ങൾ ഇന്ന് കാണുന്ന സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കണമെന്നും പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങൾ അടുത്ത ദിവസം മോർണിംഗ് ആണ് നാലമ്പല ദർശനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പോകുന്ന വഴിക്ക് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തുന്നുണ്ട്. കൂടാതെ അവിടെ നിന്നും അശോകേട്ടൻ്റെ വക എല്ലാവർക്കും ഒരു ചായയും ബിസ്ക്കറ്റും ഉണ്ട്. ശരിക്കും അപ്പോഴാണ് എല്ലാവരെയും ഒന്ന് പരസ്പരം കാണുന്നതും പരിചയപ്പെടുന്നതും. ശേഷം ഞങ്ങൾ ഗുരുവായൂർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഇന്ന് രാത്രി ഗുരുവായൂരിൽ തങ്ങി നാളെ പുലർച്ചെ തന്നെ നാലമ്പല യാത്ര സ്റ്റാർട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഗുരുവായൂർ കണ്ണനെ എത്ര കണ്ടാലും മതിവരാത്തതിനാലാകണം ഗുരുവായൂർ എത്തി ഒന്ന് ഫ്രഷായിട്ട് അച്ഛൻ്റെയും സന്തോഷ് മാഷയും കൂടെ നേരെ പോയത് കണ്ണനെ കാണാനായിട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളതിനാൽ ഞാൻ ചുറ്റമ്പലത്തിൽ കയറിയില്ല, പുറമേ നിന്ന് തൊഴുതു. ഇനി നാളെ രാവിലെ 2 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ശേഷം നേരെ തൃപ്പയാറിലേക്കാണ് പോവുക. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അച്ഛനും ചേച്ചിയും എൻ്റെ കൂടെയുള്ള മറ്റു പലരും ചുറ്റമ്പലത്തിൽ കയറി തൊഴുതിട്ടുണ്ട്. ഇനിയൊരു അവസരത്തിൽ ഞാൻ ചുറ്റമ്പലത്തിൽ കയറി തൊഴാം എന്ന് മനസ്സിൽ കരുതി. അങ്ങനെ അടുത്ത ദിവസമായി. സോ ഇതായിരുന്നു നമ്മുടെ റൂം. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഗുരുവായൂർ അമ്പലത്തിനോട് ചേർന്ന ബാബു ലോഡ്ജാണിത്. ഇപ്പോൾ സമയം പുലർച്ചെ 2 മണിയാണ്. ഈ ടൈം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഒരു പ്രയാസവും ഇല്ലാതെ 4 അമ്പലങ്ങളിലും ദർശനം ഉച്ചയ്ക്ക് മുൻപേ ലഭിക്കുള്ളൂ. ലേറ്റ് ആകും തോറും രാമായണ മാസം ആയതിനാൽ സീസൺ ആയതുകൊണ്ട് തിരക്ക് കൂടും. സോ ദർശനത്തിന് ക്യൂ ഒക്കെ ഉണ്ടാവും. ചിലപ്പം നമ്മുടെ കൂടെയുള്ള പ്രായമായവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാക്കും. പിന്നെ എല്ലാം തന്നെ അശോകേട്ടൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ഞങ്ങൾ ഈ യാത്രയിലുള്ളവരെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി ബസ്സിലേക്ക് കയറിയാണ്. എല്ലാവരും മുൻപേ കയറിയിട്ടുണ്ട്. ഇനി തൃപ്പയാർ എത്തുന്ന വരെയുള്ള സമയം വിശ്രമത്തിൻ്റെതാണ്. കാരണം തൃപ്പയാർ മുതൽ
നമുക്ക് അത്യാവശ്യം നടക്കാനും ക്യൂ നിൽക്കാനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ നാലമ്പല യാത്രയിലെ ആദ്യ സ്ഥലം എത്തി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടെ നമുക്ക് ഒരു 2:30 ആകുമ്പോഴത്തേക്ക് എത്താനായിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ അശോകേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ടെമ്പിൾ നാലമ്പല യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം ദർശനം നടത്തേണ്ടതുമായിട്ടുള്ള ക്ഷേത്രമാണ്. കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു വിഷ്ണു രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു പോരുന്നു. തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറു ഭാഗത്തായി നാട്ടിക പഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് പഴയ കരുവന്നൂർ പുഴയുടെ ഇന്നത്തെ കനോനി കനാലിൻ്റെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ 4 അമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ. ഗണപതി, ദക്ഷിണാമൂർത്തി, ധർമ്മശാസ്താവ്, ഗോശാലകൃഷ്ണൻ, ഹനുമാൻ, ചാത്തൻ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ്. മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവർ, തൃപ്രയാറപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീരാമസ്വാമി തന്നെയാണ്. ശ്രീദേവി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ ദുരിതങ്ങളും ദാരിദ്ര്യവും അകലുമെന്നാണ് വിശ്വാസം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഉള്ളത്. പ്രധാന വഴിപാടുകളായിട്ട് വരുന്നതിൽ ഒന്ന് ചാത്തൻ ഭണ്ഡാരമാണ്. എല്ലാവിധ ദുഷ്സ്വാധീനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായാണ് ഈ വഴിപാട് നടത്തുന്നത്. മറ്റൊന്ന് കദിനവെടിയാണ്. സീതാന്വേഷണത്തിന് ശേഷമുള്ള ഹനുമാന്റെ വരവിൻ്റെ ആഘോഷത്തെ അനുസ്മരിക്കാനാണ് കദിനവെടി വഴിപാട് നടത്തുന്നത്. ഈ വഴിപാട് തടസ്സങ്ങൾ മാറ്റാൻ സഹായമാവും. മറ്റൊന്ന് മീനൂട്ടാണ്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടാനുള്ള ഈ വഴിപാട് തേവർക്ക് പ്രിയപ്പെട്ടതാണ്. അവരെ ഊട്ടുന്നത് വഴി തേവരെ പ്രീതിപ്പെടുത്താമെന്നാണ് വിശ്വാസം. നാലമ്പല ദർശനത്തിന് നാം വരുന്ന സമയത്ത് അതത് ക്ഷേത്രങ്ങളിലെ വഴിപാട് കഴിക്കാനായിട്ട് പ്രത്യേകം ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്തേക്ക് വന്ന് എല്ലാ വഴിപാടിനും ഷീട്ടാക്കി തരുന്നുണ്ട് അവർ. ഇവിടുത്തെ പ്രധാന വഴിപാടായ മീനൂട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ കൗതുകം നിറഞ്ഞതാണ്. ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ പള്ളിയോടം. അടുത്തത് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രമാണ്. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരവും ശ്രീരാമൻ്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അംശാവതാരമായതിനാൽ തന്നെ മഹാവിഷ്ണുവിൻ്റേതാണ് പൂജയെല്ലാം വരുന്നത്. 10 ഏക്കറിൽ സമചതുരമായ സ്ഥലത്താണ് ക്ഷേത്രം. പൂജ വിഷ്ണുവിനാണെങ്കിലും ശിവക്ഷേത്രങ്ങളിലെ പോലെ അപൂർണ പ്രദക്ഷിണമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് പ്രദക്ഷിണം വയ്ക്കാനുള്ള സ്ഥലം ഒഴിച്ച് ബാക്കി മുഴുവൻ ദീർഘചതുരത്തിലുള്ള വലിയ കുളമാണ്. കപിലതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. കുളം കുളിക്കാനുള്ളതല്ല, തീർത്ഥക്കുളമാണ്. ക്ഷേത്രത്തിലെ ആവശ്യത്തിന് ഇതിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പൊഞ്ഞനം ഭഗവതിക്ക് മാത്രമാണ് തീർത്ഥക്കുളത്തിൽ ആറാടാൻ അനുവാദമുള്ളത്. കുളത്തിൽ മീനൂട്ട് വഴിപാടായിട്ടുണ്ട്.
അടുത്തത് എറണാകുളം ജില്ലയിലെ തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണ്. ഇവിടെ നമ്മൾ ഒരു 8 മണിയോടെ എത്തിച്ചേർന്നു. സ്വപ്ന നിർദ്ദേശപ്രകാരം വക്കേ കൈമൾ പ്രതിഷ്ഠിച്ച ലക്ഷ്മണസ്വാമി വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. തിരുമൂഴിക്കുളം കേരളത്തിലെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഒന്നാണ്. 11-ാം നൂറ്റാണ്ടിലെ ചേര രാജാവായ ഭാസ്കര രവിവർമ്മൻ്റെ ഭരണകാലത്തുള്ള ഒരു ശിലാലിഖിതം ഇവിടെ ക്ഷേത്രത്തിലുണ്ട്. ഇനി അടുത്തത് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ്. നാലമ്പല യാത്രയിൽ ഏറ്റവും അവസാനം എത്തിച്ചേരേണ്ട ദർശനം നടത്തേണ്ട ക്ഷേത്രമാണിത്. തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ ചുരുക്കം ചില ശത്രുഘ്നസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നസ്വാമി എന്നാണ് വിശ്വാസമെങ്കിലും ഇവിടെ ശാന്തഭാവത്തിലുള്ള ദേവനാണ് പ്രതിഷ്ഠ. സുദർശന ചക്രം അർപ്പിക്കുന്നതും സുദർശന പുഷ്പാഞ്ജലിയും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തൃപ്രയാറിന് ശേഷം അല്പമെങ്കിലും ഒരു ക്യൂ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഇവിടെ മാത്രമാണ്. ഇവിടെയും മീനൂട്ട് വഴിപാടായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ നാലമ്പല യാത്രാ സംഘത്തിന് ഉദ്ദേശിച്ച സമയത്തിനു മുൻപേ 4 അമ്പലങ്ങളിലും ദർശനം പൂർത്തിയാക്കാനും മറ്റ് വിഘ്നങ്ങൾ ഒന്നും ഉണ്ടാകാതിരുന്നതിനാലും ഞാനും അച്ഛനും സന്തോഷ് മാഷും ചേച്ചിയും അളിയനും അവരുടെ മകനും കൂടി കുറച്ചു നേരം കുളത്തിനരികെ സമയം ചെലവഴിച്ചു. ചേച്ചിയുടെ ഇളയ മകനാണിത്. ഇവാൻ രാജേഷ് എന്നാണ് പേര് വരുന്നത്. ഇത്രയധികം വലിയ മീനുകളെ കണ്ട സന്തോഷത്തിൽ അവൻ ഒത്തിരി തവണ മീനൂട്ട് നടത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും ചേർന്നുള്ള ഈ ഒരു ഫോട്ടോ ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ശേഷം ഞങ്ങൾ നേരെ പോയത് കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്കാണ്. അവിടുന്ന് ദർശനത്തിന് ശേഷം ഉച്ചയൂണും കഴിച്ചു. കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രസാദം തന്നെയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അവിടെ അല്പം വിശ്രമിച്ച ശേഷം ഞങ്ങൾ നേരെ മടക്കയാത്ര തുടങ്ങി. ഉച്ചഭക്ഷണം കൂടി കഴിഞ്ഞതിനാലും എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു പ്രയാസവും ഇല്ലാതെ നാലമ്പല ദർശനം ലഭിച്ചതിനാലും അശോകേട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും അല്പസമയം പാട്ടും ഡാൻസും ഒക്കെയായിട്ട് ഈ യാത്ര ഒരു ആഘോഷമാക്കി. ശേഷം ഞങ്ങൾ നേരെ പോയത് ആലത്തിയൂർ പെരുംതൃക്കോവിൽ ശ്രീ ഹനുമാൻകാവ് ക്ഷേത്രത്തിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ 2.5 ഏക്കറിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം വസിഷ്ഠ മഹർഷിയാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ടതാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഇവിടുത്തെ ദർശനവും കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ നാലമ്പല ദർശന തീർത്ഥയാത്രയുടെ അഭിപ്രായങ്ങൾ അശോകേട്ടൻ എല്ലാവരോടും ചോദിച്ചു. പൂർണ്ണമായിട്ടും കൂടി വിശ്വാസമുണ്ടെങ്കിലും പോലും എല്ലാവരും ഈ യാത്രയെക്കുറിച്ചുള്ള അനുഭവം പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ യാത്ര നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ട് ഓരോരുത്തർക്കും യാത്രാനുഭവം പങ്കുവെക്കുന്നു. അതാണ് തുടർന്നുള്ള ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ നിങ്ങളുടെ യാത്രകൾ ക്രമീകരിക്കുമ്പോൾ നിങ്ങളുടെ പ്രചോദനം അതിൽ നിങ്ങൾ ഏവരും സമ്മാനവസാലെ സത്യസന്ധമായി യാത്രാനുഭവം പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ശേഷം സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ യാത്രയിലുണ്ടായിരുന്നവർക്കെല്ലാം തന്നെ ഈ യാത്ര വളരെയേറെ ഇഷ്ടമായിരുന്നു. കൂടാതെ യാത്രയിലുടനീളം ആർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്തതിനാൽ എല്ലാവർക്കും തന്നെ ആശ്വാസവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അശോകേട്ടൻ നയിക്കുന്ന ഇനിയുള്ള എല്ലാ യാത്രകളിലും ഞങ്ങളെല്ലാവരും ദൈവം സാധിച്ചാൽ പങ്കെടുക്കുമെന്നും പറഞ്ഞു. കൂടാതെ അശോകേട്ടൻ്റെ നേതൃത്വത്തിൽ അടുത്തു തന്നെ ഒരു മൂകാംബിക യാത്ര ഉടനെ തന്നെ സംഘടിപ്പിക്കുന്നതാണെന്ന വിവരം അശോകേട്ടൻ ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. ശരിക്കും ഈ ഒരു നാലമ്പല യാത്രയിൽ ഇന്നത്തെ തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാം ഒന്ന് മറന്ന് അണുകുടുംബം ഫാമിലിയിൽ നിന്നും മാറി അമ്മമാരുടെയും ചേച്ചിമാരുടെയും ഏട്ടന്മാരുടെയും ഒക്കെ സ്നേഹത്തോടെ എൻ്റെ അച്ഛൻ്റെയും ചേച്ചിയുടെയും അളിയൻ്റെയും അവരുടെ മകൻ്റെയും
കൂടെയുള്ള ഈ യാത്ര എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒത്തിരി ഊർജം നൽകി. ഈ യാത്രയിലുടനീളം ഞങ്ങൾ ഇത്രയും പേര് ഒരു മെയ്യായി, ഒരു മനസ്സായി അശോകേട്ടനൊപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ട് ദർശനം നടത്തിയതിനാൽ എൻ്റെ ഈ നാലമ്പല യാത്ര അവിസ്മരണീയമായ ശാന്തതയും സന്തോഷവും നൽകി. ഇനിയും നമുക്ക് ഒരുമിച്ച് ഇതേപോലുള്ള മനോഹരമായ ടേൺ എടുക്കാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ട്രേസിനൊപ്പം നിൽക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ അടുത്തൊരു ടേൺ എടുക്കുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ലവ് യു, ബൈ ബൈ.